വരണദേവ, അങ്ങ് കാണുന്നില്ലേ, കുമാരനിപ്പോൾ കൈകാലിട്ടടിക്കുന്ന വെറും കുഞ്ഞല്ലേ. അല്പം ഒന്ന് വളർന്നോട്ടെ, പല്ല് മുളയ്ക്കട്ടെ, പിച്ച വെച്ച് ഒന്ന് നടന്നോട്ടെ. അപ്പോൾ തീർച്ചയായും കുഞ്ഞിന് ഞാൻ ബലി നൽകാം. ശരി, ഞാൻ കാത്തിരിക്കാം. കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വരും. അങ്ങനെ കുമാര, ഹരിചന്ദ്ര, കുഞ്ഞ് നടക്കാൻ തുടങ്ങി അല്ലേ? അതേ വരണദേവ. അപ്പോൾ ഇനി യാഗത്തിന് അമാന്തമില്ല അല്ലേ? ഉണ്ട് പ്രഭോ, കുറച്ചുകൂടി സമയം തരണം. അവൻ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉപനയനം കഴിയുന്നതുവരെ അങ്ങ് കാക്കണം. ഉപനയനം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും യാഗവും ബലിയും നടത്താം. ശരി, നീ ധർമ്മിഷ്ഠനായ ഒരു രാജാവായതുകൊണ്ട് നിന്റെ വാക്ക് നാം വീണ്ടും വിശ്വസിക്കുന്നു. കുഞ്ഞിന്റെ ഉപനയനം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അന്ന് യാഗം നടന്നിരിക്കണം. തീർച്ചയായും വരണദേവ. അമ്മേ, അമ്മേ,
എപ്പോഴെന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല ഉണ്ണി, അമ്മ ചിലതൊക്കെ ആലോചിച്ച് കരഞ്ഞു പോയത്. ഈ അമ്മ എപ്പോഴും ആലോചനയും കരച്ചിലുമാണല്ലോ മദനിക്ക്. അമ്മമാരെല്ലാം അങ്ങനെയാണ് കുമാര. അവർക്ക് ആലോചിക്കാനും കരയാനും ഒരുപാട് വിഷയങ്ങളില്ല. ഉള്ള വിഷയത്തിൽ അവരെപ്പോഴും ശ്രദ്ധാലുക്കളുമായിരിക്കും. ഞാൻ അമ്മയാവില്ലല്ലോ. അതുകൊണ്ട് മദനിക്ക് എന്ത് വേണോ പറഞ്ഞു വെക്കാം. പിതാവിന്റെ മുഖവും മ്ലാനമാണല്ലോ. എന്താ എല്ലാരും ഇങ്ങനെ? ഉണ്ണി, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിനക്കതിനുള്ള കാലമായില്ല. പക്ഷെ പിതാവെ, കൊട്ടാരത്തിൽ എല്ലാരും എന്നെ കാണുമ്പോൾ കരച്ചിലിന്റെ വക്കിലാണ്. എന്നാൽ ആരും ഒട്ടതിന്റെ കാരണം പറയുന്നുമില്ല. എന്താണ് പിതാവെ ഇതൊക്കെ? ഉണ്ണി അതറിയാറാകുമ്പോൾ നാം അറിയിക്കാം. എല്ലാം പറഞ്ഞു തരാം. മതി. ഇപ്പോൾ മാതാവും പിതാവും മാത്രം ഇരുന്ന് കരഞ്ഞോളൂ. ഞാൻ പോകുന്നു. മദനിക്ക് ചെല്ലു, ഉണ്ണിയോടൊപ്പം ചെല്ലു. ശരി മഹാറാണി. പ്രഭോ, ഇനിയും വരുണദേവൻ വരില്ലേ? വരും ദേവി. വരാതിരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവധി ഉപനയനം കഴിയട്ടെ എന്നാണ്. ഉപനയനം കഴിയുമ്പോൾ തീർച്ചയായും വരുണദേവൻ വരും. അന്ന് വരുമ്പോൾ മറ്റൊഴികഴിവുകൾക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ ദേവി. അപ്പോ ഉപനയനം കഴിഞ്ഞാൽ യാഗവും ബലിയും നടത്തിയേ തീരുന്നാണോ? അങ്ങനെ ഒരു കടുംപിടുത്തത്തിലല്ലേ വരുണദേവൻ. വരുണദേവന്റെ ആ വരവിൽ നമ്മൾ യാഗത്തിനുള്ള നാളും തിഥിയും അറിയിക്കേണ്ടി വരും. അപ്പോഴെന്റെ കുമാരൻ കരയാതെ ചന്ദ്രമതി. എല്ലാത്തിനും ഒരു വഴി തെളിയും. കുഞ്ഞിനെ തന്നത് ഒരു ദേവനാണെങ്കിൽ ആ കുഞ്ഞിനെ താങ്ങാൻ മറ്റൊരു ദേവനുണ്ടാകും. ദേവി കരയാതിരിക്കും. എന്തൊക്കെയായാലും ഹരിചന്ദ്രൻ ധർമ്മനിരതനായ ഒരു രാജാവാണ്. അങ്ങനെയുള്ള ഈ ഹരിചന്ദ്രന്റെ സന്തതി പരമ്പരകൾ അന്യം നിന്ന് പോകില്ല ദേവി. ഭവതി ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ. സാധിക്കുന്നില്ല മഹാരാജൻ. പലപ്പോഴും ഞാൻ ഉറക്കത്തിൽ ഞെട്ടുന്നു. ഉണർന്നിരിക്കുമ്പോൾ ശരീരം വിറയ്ക്കുന്നു. കുഞ്ഞ് പിറക്കാതിരുന്നപ്പോൾ പിറന്നില്ലെന്ന ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിറന്ന കുഞ്ഞിനെ ബലി നൽകുക എന്ന് പറയുമ്പോ ദേഹം തളർന്നു പോവുകയാണ് മഹാരാജൻ. ദേവി ധൈര്യമായിരിക്കും. ഹരിചന്ദ്രന്റെ പുണ്യം, ഈ കുലത്തിന്റെ നന്മ, പ്രപിതാമഹന്മാരായി കാത്തുപോരുന്ന പ്രജാക്ഷേമ തൽപരതയുടെ ഗുണഭാഗതയും എല്ലാം നമ്മെ കാക്കും. ആ നന്മകളെല്ലാം ചേർന്ന് നമ്മുടെ കുമാരന്റെ ജീവൻ രക്ഷിക്കും. ധർമ്മസേനാനി, സത്യപാലകൻ, സൂര്യവംശ തിലകം, ഇക്ഷ്വാകുവംശ പ്രദീപം രാജാ ഹരിശ്ചന്ദ്രൻ എഴുന്നള്ളുന്നു. പ്രണാമം ഗുരുദേവ. ആയുഷ്മാൻ ഭവ. മഹാരാജൻ,
കുറേ ദിവസങ്ങളായി ഞാൻ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഗുരു? അരുളി ചെയ്താലും. രാജകുമാരൻ രോഹിതാശ്വന്റെ ഉപനയന കർമ്മം. കുമാരന് വയസ്സ് 11 ആകുന്നു. ഇനിയും ഉപനയനം കഴിക്കുന്നില്ലെങ്കിൽ കുലത്തിനും ധർമ്മത്തിനും നിരക്കാത്ത പ്രവൃത്തിയാവൂത്. രോഹിതന് 11 വയസ്സല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉപനയനം നടത്തിയാൽ മതിയാവില്ലേ? മഹാരാജൻ, ധർമ്മശാസ്ത്രങ്ങൾ അറിയാത്തവനെ പോലെ അങ്ങ് സംസാരിക്കരുത്. ബ്രാഹ്മണനും ക്ഷത്രിയനും ഉപനയനം അനിവാര്യമാണ്. അത് ഉചിതമായ സമയത്ത് തന്നെ നടക്കണം. അത് വെച്ച് താമസിപ്പിച്ച് അങ്ങ് എന്തിന് ധർമ്മശാസ്ത്രങ്ങൾ ലംഘിക്കുന്നു? മഹർഷി, കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. വരുണദേവന്റെ വരത്തിൽ പിറന്ന കുമാരനെ യാഗധേനുവാക്കി ബലി കൊടുക്കാനുള്ള വരുണദേവന്റെ നിർദ്ദേശത്തെ അങ്ങ് മറന്നുപോകുന്നു. ഉപനയനം കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുണദേവനെത്തും. യാഗം നടത്താൻ ആവശ്യപ്പെടും. പലതവണ വരുണദേവനോട് അവധി പറഞ്ഞതാണ്. ഒടുവിൽ പറഞ്ഞു ഉപനയനം കഴിഞ്ഞാൽ കുട്ടിയെ ബലി നൽകാമെന്ന്. ഇനിയൊരു അവധി പറയാനാവില്ല ഗുരു. അതുകൊണ്ട് ഉപനയനം കുറച്ചു നാളുകൂടി നീട്ടിവെക്കാൻ അങ്ങ് അനുവദിക്കണം. മഹാരാജൻ, ഉപനയനം നടത്തിയാൽ ഉണ്ടാകുമെന്ന് അങ്ങ് പറയുന്ന ദോഷങ്ങളെക്കാൾ വലിയ ദോഷങ്ങൾ ഉപനയനം നടത്താതിരുന്നാൽ ഉണ്ടാകും. അതുകൊണ്ട് ഉപനയനം എത്രയും വേഗം നടത്താനുള്ള നിർദ്ദേശം അങ്ങ് നൽകണം. പിന്നെ ഉപനയനം വരെ അവധി പറഞ്ഞ അങ്ങേക്ക് കുമാരന്റെ സമാവർത്തനം കൂടി കഴിയട്ടെ എന്ന് വരുണദേവനോട് അവധി പറയാം. എങ്കിലും ഗുരു. മഹാരാജൻ, ഒരു പിതാവിൻ്റെ ധർമ്മസങ്കടങ്ങൾ എനിക്ക് മനസ്സിലാകും. പക്ഷേ അങ്ങ് പിതാവ് മാത്രമല്ല, രാജാവ് കൂടിയാണ്. ആചാര്യന്മാർ അനിവാര്യമെന്ന് പറഞ്ഞ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ രാജാവിന് അവകാശമില്ല. മഹാരാജൻ, അത് ധർമ്മശോഷണം വരുത്തും, കുലത്തിന് ദോഷമുണ്ടാക്കും, അങ്ങേക്ക് അപഖ്യാതി ഉണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കുമാരൻ രോഹിതാശ്വന്റെ ഉപനയനം നടത്തണം. മഹാമന്ത്രി, കൽപ്പിച്ചാലും മഹാരാജൻ. കുമാരൻ രോഹിതാശ്വന്റെ ഉപനയനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. ഗുരു വസിഷ്ഠ മഹർഷി അതിനുള്ള മുഹൂർത്തം കുറിച്ചു തരും. അതനുസരിച്ച് ഉപനയനം നടക്കണം. കൽപ്പന പോലെ മഹാരാജൻ.
എന്താ? എന്തിനാ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുവയ്ക്കുന്നത്? അയ്യോ, കുമാരൻ അറിഞ്ഞില്ലേ? നാളെ കുമാരന്റെ ഉപനയനമാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇതെല്ലാം. പോയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പോട്ടെ കുമാര. ഉപനയനം? എന്താണ് ഉപനയനം? വാഗ്ദാനങ്ങളും സമ്മതപത്രങ്ങളും കേവലം വാക്കുകളും അക്ഷരങ്ങളുമല്ല. അവ അർത്ഥപുഷ്കലമായ രേഖപ്പെടുത്തലുകൾ തന്നെയാണ്. അത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടമാകും.